നമസ്കാരം, ഞാൻ അഞ്ജു സബൈൻ ഹോസ്പിറ്റലിൽ ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നവജാത ശിശുക്കളുടെ സംരക്ഷണമാണ്. പ്രത്യേകിച്ചും പ്രീ ടൈം ബേബീസിൻ്റെ, അതായത് മാസം തികയാത്ത കുഞ്ഞുങ്ങളുടെ പരിപാലനം. നവജാത ശിശുക്കളുടെ സംരക്ഷണത്തിൽ ഒന്നാമതുള്ളതാണ് മുറിയുടെ വൃത്തി. അതായത് കുഞ്ഞുങ്ങളെ കിടത്തുന്ന മുറി, പരിസരം എല്ലാം വൃത്തിയുള്ളതായിരിക്കണം. മേശപ്പുറം ആണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ മരുന്നുകളും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന പാത്രവും മറ്റുമാണ് വെക്കേണ്ടത്. മെഡിസിനൊക്കെ ഇട്ടുവയ്ക്കാൻ പ്രത്യേക ഒരു ബോക്സ് ഉള്ളത് നല്ലതാണ്. കുഞ്ഞുങ്ങളെ പരിചരിക്കാൻ നിൽക്കുന്ന ആൾ എപ്പോഴും ശുദ്ധിയായിരിക്കണം. 2 നേരം കുളിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഉടുപ്പും ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ വൃത്തിയുള്ളതായിരിക്കണം. കൈനഖം വെട്ടി സൂക്ഷിക്കുക. എപ്പോഴും കുഞ്ഞുങ്ങളെ എടുക്കുന്നതിന് മുന്നേ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ അമ്മമാരാണെങ്കിൽ പ്രത്യേകിച്ച് 2 നേരം കുളിക്കേണ്ടത് നിർബന്ധമാണ്. കുഞ്ഞിന് പാല് കൊടുക്കാനുണ്ട്. അതുപോലെ പ്രീ ടൈം ബേബീസ് ആണെങ്കിൽ നമ്മൾ നെഞ്ചിൻ്റെ ചൂട് കൊടുക്കേണ്ടതും ഉണ്ട്. മാസം തികയാത്ത കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ഇത്തിരി കൂടി പ്രാധാന്യം കൊടുത്ത് സംരക്ഷിക്കേണ്ടത്. അവയെ പൊതിയുന്നതിനും കിടത്തുന്നതിനൊക്കെ പ്രത്യേകതയുണ്ട്. നമുക്കത് ഒന്ന് നോക്കാം. മാസം തികയാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ കുളിപ്പിക്കാറില്ല. 2.5 കിലോ താഴെയാണെങ്കിൽ തുടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇളം ചൂടുവെള്ളത്തിൽ സോപ്പ് പുതപ്പിച്ച വെള്ളം ഉപയോഗിച്ച് തുടച്ചെടുക്കണം. അതിനുശേഷം നല്ല വെള്ളവും കൊണ്ടും കൂടി തുടച്ചെടുത്ത് പുതപ്പ് ഉപയോഗിച്ച് തുടയ്ക്കുക. അതിനുശേഷം ക്രീം എന്തെങ്കിലും പുരട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുഞ്ഞുങ്ങളുടെ സ്കിൻ ഡ്രൈ ആവാതെ ഇരിക്കും. തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ബേബി ക്രീം എന്തെങ്കിലും പുരട്ടി കൊടുക്കണം. അതിനുശേഷം അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കണം, അല്ലെങ്കിൽ തണുപ്പടിക്കാൻ ഇടയുണ്ട്. തണുപ്പടിച്ച കുഞ്ഞുങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടും. പെട്ടെന്ന് ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഷുഗർ കുറഞ്ഞു പോണ അവസ്ഥയിലേക്കൊക്കെ പോകും. കുഞ്ഞുങ്ങൾക്ക് ശ്വാസമുട്ടലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അവയെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. പൊതിയുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ കാലിലും കയ്യിലും ഉറയിട്ട് കൊടുക്കണം. ബനിയൻ്റെ ഉറയാണെങ്കിൽ അത്രയും നല്ലത്. ഒരിപ്പോവാത്ത രീതിയിൽ പതുക്കെ കെട്ടിവെച്ച് കൊടുക്കുക. അതിനുശേഷം പാമ്പർ ഉപയോഗിക്കാം. പാമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്നഗ്ലി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ശേഷം ചെറിയ ഒരു ഉടുപ്പ് ആദ്യം ഇടിക്കണം. കുഞ്ഞിനെ കനം കുറഞ്ഞ് ചെറിയ ബനിയൻ്റെ ഉടുപ്പിടിക്കുക. അതിൻ്റെ മുകളിൽ സെറ്റർ ഉടുപ്പുകൾ, തണുപ്പുടുപ്പ് എന്ന് പറയും, അത് ഇട്ട് കൊടുക്കുക. തൊപ്പിയുള്ള രീതിയിലുള്ള ഉടുപ്പാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ തൊപ്പിയും കൂടെ വെച്ച് കൊടുക്കണം. അതിനുശേഷം 2 ടർക്കി ഉപയോഗിച്ച് കുഞ്ഞിനെ നല്ല രീതിയിൽ പൊതിയേണ്ടതുണ്ട്. ശേഷം ബെഡിൽ പൊക്കി വെച്ച് കിടത്തണം. തലയണ അടിയിൽ വെച്ച് ബെഡ് പൊക്കി വയ്ക്കണം. അതിൻ്റെ മേലെ കുഞ്ഞിനെ കയറ്റി കിടത്തേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ ഇങ്ങനെ തലയണയിലേക്ക് കയറ്റി പൊക്കി കിടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ആസ്പിരേഷൻ തടയുക എന്നതാണ്. പെട്ടെന്ന് കുഞ്ഞ് നമ്മൾ നേരെ കിടത്തുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ ഇടയുണ്ട്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അത് വിക്കിപ്പോവും. അത് തടയാൻ പൊക്കി കിടത്തുന്നത് സഹായിക്കും. നവജാത ശിശു പരിചരണത്തിൽ അടുത്തതാണ് കുഞ്ഞുങ്ങളുടെ കണ്ണ് മസാജ്. ദിവസം 2 നേരമെങ്കിലും കണ്ണ് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു തവണ ചെയ്യുമ്പോൾ മിനിമം 20 തവണയെങ്കിലും ചെയ്യേണ്ടതുണ്ട്. പതുക്കെ വശങ്ങളിൽ നിന്ന് കണ്ണിൻ്റെ 2 മൂലകളിലോട്ടും കൈ കൊണ്ടുവന്ന് താഴ്ത്തോട്ട് പതുക്കെ തടവി വിടണം. അമർത്താനോ ഞെക്കാനോ ഒന്നും പാടില്ല. പതുക്കെ തടവി കൊടുക്കുക. അടുത്തതായി നവജാത ശിശു സംരക്ഷണത്തിൽ വരുന്ന ഒരു മേഖലയാണ് KMC, കങ്കാരു മദർ കെയർ എന്ന് പറയും. അതായത് കുഞ്ഞുങ്ങൾക്ക് നെഞ്ചിൽ കിടത്തി ചൂട് കൊടുക്കേണ്ടത്. ഇത് പ്രധാനമായിട്ടും ചെയ്തു കൊടുക്കേണ്ടത് പ്രീ ടൈം ബേബീസിനാണ്. അതായത് മാസം തികയാതെ ഉണ്ടാകുന്ന കുട്ടികൾക്ക്. 2 കിലോ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മളിത് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പൊന്നും ഇടാൻ പാടില്ല. പാമ്പർ എന്തെങ്കിലും ധരിപ്പിക്കുക. കയ്യിലും കാലിലും ഉറ വേണം. പിന്നെ ഒരു ചെറിയ തൊപ്പിയും കൂടി ആവശ്യമാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ആരുടെ മനുഷ്യരീരത്തിൻ്റെ ചൂട് മാത്രം മതി നെഞ്ചത്ത് കിടത്തേണ്ടതാണ്. നെഞ്ചത്ത് കിടത്തുന്ന ആളും വൃത്തിയായിട്ടുണ്ടാവണം. കുളിക്കണം. നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. മുൻവശം ഓപ്പൺ ആയിട്ടുള്ള ഉടുപ്പുകൾ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞിനെ നെഞ്ചത്ത് കമത്തിയാണ് കിടത്തേണ്ടത്. കമത്തി കിടത്തിയതിന് ശേഷം കട്ടിയുള്ള ടർക്കി ഉപയോഗിച്ച് കഴുത്തിന് കീഴ്പോട്ട് താഴ്ഭാഗം വരെ കവർ ചെയ്ത് വെക്കണം. എപ്പോഴും നമ്മൾ KMC കൊടുക്കുമ്പോൾ ഇരുന്നു കൊണ്ട് വേണം കൊടുക്കാൻ. അമ്മയ്ക്കോ അച്ഛനോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ചാരി ഇരുന്ന് കൊടുക്കാം. അതിനായിട്ട് പ്രത്യേകം ചെയറുകൾ തന്നെ ഇപ്പോൾ നമുക്കുണ്ട്. KMC ചെയർ അല്ലെങ്കിൽ ഈസി ചെയർ എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് വേണമെന്നില്ല. ചെയറിൽ ചാരി ഇരുന്ന് വേണം നൽകാൻ. പിന്നെ നൽകേണ്ട സമയത്തിനും പ്രാധാന്യമുണ്ട്. ഒരു ദിവസം നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. 15-16 മണിക്കൂർ നെഞ്ചിൻ്റെ ചൂട് കൊടുത്തു എന്ന് ഓർത്തുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് 1 മണിക്കൂറെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നെങ്കിലാണ് കുഞ്ഞിന് നമ്മുടെ ചൂട് ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ. അമ്മയും കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നവർ എപ്പോഴും വൃത്തിയായിരിക്കണം. 2 നേരം കുളിക്കുക. ഡ്രസ്സുകളൊക്കെ നല്ല വൃത്തിയുള്ളത് ഉപയോഗിക്കുക. കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ കുഞ്ഞിനെ രാവിലെ
വെയിറ്റുള്ള കുട്ടികളാണെങ്കിൽ കുളിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 2.5 കിലോ ആയിട്ടുണ്ടെങ്കിൽ കുളിപ്പിച്ച് തുടങ്ങാം. 3 കിലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയൊക്കെ തേച്ച് കടത്തി കുളിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ണിൻ്റെ മസാജ് ചെയ്ത് കൊടുക്കണം. 2 നേരം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കൊച്ചിന് കൊടുക്കാനുള്ള കൊടുക്കുന്ന പാത്രങ്ങൾ, പാല് പിഴിയുന്ന പാത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുന്ന നേരിട്ട് മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിലും ശരീരശുദ്ധി വരുത്തേണ്ടത് പ്രധാനമുള്ള കാര്യമാണ്. പ്രീ ടൈം ബേബീസിന് പൊതിയാൻ ഉപയോഗിക്കുന്ന ടർക്കികൾ, സെറ്റുകളെല്ലാം നല്ല രീതിക്ക് കഴുകി ഉണങ്ങി വയ്ക്കുക. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഡ്രയറിലിട്ട് ഉണങ്ങി സൂക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ തേച്ച് ഉപയോഗിക്കുക. പൂപ്പലൊക്കെ ബാധിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ തുണി കഴുകുന്ന വെള്ളത്തിൽ അല്പം തുള്ളി ഡെറ്റോൾ ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഡ്രയറിലിട്ട് ഉണക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇല്ലെങ്കിൽ അയൺ ചെയ്തെങ്കിലും എടുക്കേണ്ടതാണ്. മാസം തികയാത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കങ്കാരു മദർ കെയറും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ വെയിറ്റ് ഗെയിനിനൊക്കെ കങ്കാരു മദർ കെയർ വളരെയധികം സഹായിക്കും. ഇത്രയൊക്കെ ചെയ്യുന്നതിലൂടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഇൻഫെക്ഷനുകളിൽ നിന്ന് ഒരു പരിധി വരെ സംരക്ഷിക്കാനാകും. നന്ദി.